I am Divya, psychological counselor and remedial educator. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കൗൺസിലിംഗ്. എന്താണ് കൗൺസിലിംഗ്? ആരാണ് കൗൺസിലർ? നമ്മളിൽ എത്ര പേർക്കറിയാം എന്താണ് കൗൺസിലിംഗ് എന്ന്? ഒരാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന് ഒരു പ്രൊഫഷണലിൻ്റെ സഹായത്തോടെ അവനവനെക്കൊണ്ട് തന്നെ പരിഹാരം കാണുന്ന പ്രക്രിയയാണ് കൗൺസിലിംഗ്. അപ്പോൾ ഒരു സംശയം വരും, നമ്മൾ തന്നെ തീരുമാനമെടുക്കുകയാണെങ്കിൽ എന്തിന് മറ്റൊരു വ്യക്തിയെ കാണണം? ശരിയല്ലേ? അല്ല. നമ്മൾ ഇമോഷണലായിരിക്കുമ്പോൾ നമുക്ക് ശരിയായ തീരുമാനം കൈക്കൊള്ളാൻ സാധിക്കില്ല. അതിൽ മറ്റൊരു വ്യക്തിയുടെ സഹായം തേടിയേ തീരൂ. നമ്മൾ ഒരു തീരുമാനമെടുക്കുമ്പോൾ പല മേഖലകളിലുണ്ടാവുന്ന നല്ലതും ചീത്തയുമായ സാധ്യതകൾ അങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പേ നമ്മെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. അടുത്തതായി വീണ്ടും ഒരു സംശയമല്ലേ, നമ്മൾ എന്തിന് പരിചയമില്ലാത്തൊരു വ്യക്തിയെ കാണണം? നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമില്ലേ? ശരിയല്ലേ? അല്ല. നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും നമ്മുടെ പ്ലസ് പോയിൻറ്റ്സ് മാത്രമേ കാണൂ. പക്ഷേ ഒരു പ്രൊഫഷണൽ കൗൺസിലർ നിഷ്പക്ഷമായി സംസാരിക്കൂ. വീണ്ടും അടുത്ത സംശയം, അയാളെ നമ്മളെങ്ങനെ വിശ്വസിക്കും? അത് മറ്റാരോടെങ്കിലും പറഞ്ഞാലോ? ശരിയല്ലേ? അല്ല. ഒരു പ്രൊഫഷണൽ കൗൺസിലർ ഒരിക്കലും തൻ്റെ അടുത്ത് വരുന്ന ക്ലയൻറ്റിൻ്റെ വിവരങ്ങൾ പുറത്തു പറയില്ല. അതവരുടെ എത്തിക്സാണ്. ഒരാൾ സൈക്കോളജി പഠിക്കുമ്പോൾ ഒരാളുടെ സീക്രറ്റ്സ് അപകടകരമായ സാഹചര്യങ്ങളിലല്ലാതെ കൈമാറാൻ പാടില്ല എന്നാണ് ആദ്യം പഠിക്കുന്നത്. വീണ്ടും സംശയം, മാനസിക അസ്വസ്ഥമുള്ളവരല്ലേ കൗൺസിലറുടെ സഹായം തേടേണ്ടത്? ഒരിക്കലും അല്ല. വിഷമകരമായ സാഹചര്യങ്ങൾ നേരിടുന്ന ആർക്കും തൻ്റെ പ്രശ്നങ്ങൾക്ക് സ്വന്തമായ ശരിയായ തീരുമാനം കൈക്കൊള്ളുന്നതിനായി ഒരു കൗൺസിലറുടെ സേവനം തേടാവുന്നതാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ കഴിയും. 1. നമുക്ക് ദേഷ്യം വരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. 2. കോപാകുലനായി നിൽക്കുന്നവനെ പ്രകോപിപ്പിക്കാതിരിക്കുക. 3. ഇമോഷണലായിരിക്കുന്നവനെ പ്രേരിപ്പിക്കാതിരിക്കുക. 4. ഭയപ്പെടുവാനോ ഭയപ്പെടുത്തുവാനോ ഉള്ള സാഹചര്യങ്ങൾ കഴിവതും ഒഴിവാക്കുക. 5. കൃത്യമായി മറുപടി പറയാൻ കഴിയാത്ത, മറ്റുള്ളവർക്ക് നമ്മെ മനസ്സിലാവില്ല എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ മൗനം പാലിക്കുക. നമ്മളെല്ലാവരും വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരാണ്. നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. ഒരു പ്രശ്നം വരുമ്പോൾ കൗൺസിലറിനെ നല്ലൊരു സുഹൃത്തായി കാണാവുന്നതാണ്.